എൻ്റെ പേര് രസാഖി. ഈ കടയിട്ടിട്ട് 13 വർഷമായി. ഈ സ്ഥലം തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസ് ആണ്. പിന്നെ മനുഷ്യരല്ലേ, സങ്കടങ്ങൾ ഒരുപാടുണ്ട്. വീട്ടിലെ കാര്യങ്ങളും നോക്കണം, മോൻ്റെ കാര്യങ്ങളും നോക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ തൊഴിലേക്ക് വന്നത്. പിന്നെ അതിനു മുൻപ് ചിട്ടി കമ്പനിയിലായിരുന്നു, പ്രൈവറ്റ് ചിട്ടി കമ്പനിയാണ്. ഞാൻ ചെല്ലുന്ന കമ്പനികളെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഓണർമാർ പൊട്ടിച്ച് പൈസ എടുത്ത് പോകും. നാട്ടുകാരുടെ വഴക്ക് കേൾക്കാൻ കഴിയല്ലാതെ സ്വയം തുടങ്ങിയതാണ്. ഒരു ലോൺ എടുത്ത് തുടങ്ങിയ സംരംഭമാണ്. കുഴപ്പമില്ല, വേനലായാലും കുഴപ്പമില്ല, നല്ല സെയിലുണ്ടാവും. ഇപ്പോൾ ഫ്രൂട്ട് സലാഡാണ് മെയിൻ ഐറ്റം. എല്ലാവരും വന്ന് കഴിക്കും, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കുലുക്കി സർബത്ത്, സോഡ സർബത്ത്, സംഭാരം, ഫ്രൂട്ട് സലാഡ്, അങ്ങനെ വെള്ളത്തിൻ്റെ ഐറ്റംസാണ്. മഴയായാലും പണിയൊന്നും ഉണ്ടാകില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. ഞാനിതിലേക്ക് വരാൻ കാരണം എനിക്കൊരു മോനാണ്. അവനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഞാനായിരുന്നു. ഹസ്ബൻഡ് ഒരു ബേക്കറിയിലെ ജോലിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കൊന്നും സമയം ഉണ്ടാകില്ല. രാവിലെ 9-ന് പോയാൽ രാത്രി 9:30 വരുമ്പോൾ. എല്ലാ ആൾക്കാരും, കസ്റ്റമറെല്ലാം നല്ല അഭിപ്രായമാണ്, നല്ല പെരുമാറ്റമാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ്. വലിയൊരു മെച്ചമൊന്നുമില്ല, അന്നു കഴിഞ്ഞ് പോകാം. വാടക ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ജീവിച്ചു പോകുന്നത്. ഞാനിവിടെ തൃപ്പൂണിത്തുറ CITൻ്റെ കീഴിലുള്ള വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അങ്ങനെ ഞങ്ങൾ ആ യൂണിയനിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് എല്ലാവർക്കും നല്ല ബഹുമാനവും ഒരു സഹോദരിയോടെന്നുള്ള രീതിയിലാണ് കസ്റ്റമറെല്ലാം പെരുമാറുക. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ വെള്ളമല്ലേ എല്ലാവർക്കും കൊടുത്ത് അവർ സന്തോഷത്തോടെ നല്ലതാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സംതൃപ്തി, അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം എൻ്റെ സംഭാരം, പിന്നെ കുലുക്കി സർബത്ത്, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ട് നല്ലതാണ് ചേച്ചി എന്ന് പറയും. ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാർ അറിഞ്ഞു വരണമല്ലോ. പിന്നെ വഴിയിൽ ഒരുപാട് വണ്ടിക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർ കണ്ട് പിന്നെ ഒരു ചെറിയ ബോർഡ് വെച്ച് മോൻ്റെ പേരിൽ, ആ ബോർഡ് കണ്ടിട്ടും ഒക്കെയാണ് ആൾക്കാർ നിർത്തി വരാൻ തുടങ്ങിയത്. പിന്നെ വരുന്നവർ തന്നെ വീണ്ടും ഈ വഴി പാസ് ചെയ്യുമ്പോൾ നിർത്താതെ പോകുകയില്ല. അതാണൊരു സന്തോഷമുള്ള കാര്യം. എന്നു വെച്ചാൽ അവർ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും ഈ വഴി വരാം എന്ന് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അതൊക്കെ അങ്ങ് മാറി എല്ലാവരും. പിന്നെ കൂടുതലും പുതിയ കസ്റ്റമേഴ്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.